ഹലോ ഹായ് എല്ലാവർക്കും വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. നമ്മുടെ കനേഡിയൻ്റെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി നവംബർ 4 കനേഡിയൻ്റെ ഇമിഗ്രേഷൻ്റെ ഭാവി അടുത്തൊരു 3 വർഷത്തേക്ക് 2026 to 2028 വരെയുള്ള ഭാവി എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ഇത് ഏത് രീതിയിൽ നമ്മളെയൊക്കെ ബാധിക്കുമെന്നും ഇതിൻ്റെ ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും എല്ലാം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. പ്ലീസ് വാച്ച് ടിൽ ദ എൻഡ് ബിക്കോസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പലർക്കും ഉപകാരപ്രദമായേക്കാവുന്ന പല കാര്യങ്ങളും എൻ്റെ പല ടിപ്സും ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ പഴയ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ കനേഡിയൻ ഇമിഗ്രേഷൻ ഇവിടെ എത്തിപ്പെട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, എന്തൊക്കെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ കനേഡിയൻ ഗവൺമെൻറ് മുന്നിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കനേഡിയൻ്റെ ഇമിഗ്രേഷനെ എങ്ങനെ സ്ട്രീംലൈൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വളരെ ഒരു ക്വാളിറ്റി ഓറിയൻറ്റഡ് ഇമിഗ്രേഷൻ പ്രോഗ്രാമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരുപാട് അബദ്ധങ്ങൾ പറ്റി മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ മാർക്ക് കാർണി ഈ നവംബർ 4 പറഞ്ഞ പ്ലാൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കനേഡിയൻ്റെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ അറൗണ്ട് 40 മില്യൺ. ചിലപ്പം കുറച്ച് ഏറ്റക്കുറച്ചിലേ കാണുമായിരിക്കും, ബട്ട് ഈസ് അറൗണ്ട് 40 മില്യൺ വിച്ച് ഈസ് സംവാട്ട് സ്ലൈറ്റ്ലി എബവ് കേരളാസ് പോപ്പുലേഷൻ. 40 മില്യൺ പോപ്പുലേഷനിൽ ഇപ്പോഴത്തെ ഒരു ആവറേജ് കോൺട്രിബ്യൂഷൻ ഓഫ് ടെമ്പററി റെസിഡൻസ് എന്ന് പറയുമ്പോൾ വിസിറ്റേഴ്സായി, വർക്ക് പെർമിറ്റുള്ളവരായി, പിന്നെ സ്റ്റുഡൻസായി, അവരൊക്കെ ഈവൻ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ നിൽക്കുന്നവരും അവരുടെ സ്പൗസും ഒക്കെ ഇതിൽപ്പെട്ടു. ഇവരൊക്കെ ഒരു 8% കനേഡിയൻ്റെ മൊത്തം പോപ്പുലേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കനേഡിയൻ്റെ പോപ്പുലേഷൻ 40 മില്യൺ ആണെങ്കിൽ ഒരു 5% ഓഫ് ടോട്ടൽ കനേഡിയൻ പോപ്പുലേഷൻ ഷുഡ് ബി ദ മാക്സിമം ടെമ്പററി റെസിഡൻസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 40 മില്യൺ പോപ്പുലേഷനിൽ ഒരു 2 മില്യൺ മാത്രമേ ഫോറിനേഴ്സ് അല്ലെങ്കിൽ ടെമ്പററി റെസിഡൻസ് ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ PR ആയിട്ടും സിറ്റിസണായിട്ടും ഓക്കെ. അപ്പോൾ അവർക്ക് കാര്യമായിട്ട് എവിടെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്? ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ടെമ്പററി റെസിഡൻസ് ഉള്ളത് വർക്ക് പെർമിറ്റുള്ളവരും സ്റ്റുഡൻസുമാണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണ് ആദ്യത്തെ അറ്റാക്ക്. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് 50% റിഡക്ഷനാണ്. നിങ്ങൾ ഈടായിട്ട് കേൾക്കുന്നുണ്ടാവും, ഓൾറെഡി കനേഡിയൻ്റെ എംബസി ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ വിസ 75% ഒക്കെ റെഫ്യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസിൽ കണ്ട കാര്യമാണ്. അത് തന്നെയാണ് സത്യം. അത് ഇങ്ങനെയൊക്കെയുള്ളൊരു പ്ലാൻ ഓൾറെഡി ഇവർക്കറിയാം, അത് വെച്ചിട്ടുള്ള കളി തന്നെയാണത്. അപ്പോൾ ഒരു 350,000 ഒക്കെ സ്റ്റുഡൻസിലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടായിരുന്നു ആവറേജ് ഒരു പെർ ഇയർ. ട്രൂഡോൻ്റെ കാലത്ത് അത് 500,000 അതിന് മേലെയൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് കോവിഡിന് ശേഷമൊക്കെ. ബട്ട് അതൊക്കെ കുറഞ്ഞ് ഒരു 310-325 നിൽക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും ഇനിയും കുറച്ചിട്ട് ഒരു 50% പിന്നെയും കുറച്ച് വെറും 155,000 സ്റ്റുഡൻസിന് മാത്രമേ കാനഡയിലോട്ട് അടുത്ത 3 വർഷം ആവറേജ് വരാൻ പറ്റത്തുള്ളൂ. അവിടെ തന്നെ കാര്യമായിട്ട് ഇനി അപ്പോൾ ഇന്ത്യക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള, സ്റ്റുഡൻ്റായിട്ട് വരാനുള്ള അവസരങ്ങൾ ഏകദേശം ഒരു പകുതി ഡോറും അടച്ച പോലെ തന്നെയായി. ഇത് ഇനി അപ്രൂവ് ചെയ്യുന്ന കേസുകളും വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഈ ഫേക്ക് ഡോക്യുമെൻറ്റ്സ്, സ്റ്റഡി പർപ്പസൊക്കെ, ഫൈനാൻഷ്യൽ എല്ലാ കാര്യങ്ങളും ശരിക്കും ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് അപ്ലിക്കേഷൻസ് അപ്രൂവ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നാട്ടിലും അവിടേക്കുള്ള പല രീതിയിലുള്ള ഏജൻറ്റ്മാർക്കും ഇതൊരു വലിയൊരു ഐഡിയയാണ്. കനേഡിയൻസ് മൊത്തത്തിൽ വളരെ ഹാപ്പിയാണ് ഈ ഒരു ഡിസിഷനിൽ. അപ്പം ബാക്കിയുള്ള ടെമ്പററി വർക്കേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഫോറിൻ LMIയിൽ വരുന്ന ആൾക്കാരുണ്ട്, കൂടാതെ ഈ IMP ഉണ്ട്, ഇൻ്റർനാഷണൽ മൊബിലിറ്റി പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുള്ള ആൾക്കാർ, ബ്രിഡ്ജിങ് വർക്ക് പെർമിറ്റുള്ള ആൾക്കാർ, അതായത് LMIA എക്സംപ്റ്റഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. IMPയിൽ കൂടുതലും വരുന്ന അതാണ്. പിന്നെ LMIA ബേസ്ഡ് വർക്ക് പെർമിറ്റ് അതിനൊക്കെ ശരിക്കുമായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം വെറും 60,000 മാത്രമാണ് അത് ഈ വർഷത്തേക്ക്, പിന്നെ 50,000 ഉള്ളൂ ഈച്ചേ ഉള്ളൂ അടുത്ത 2 വർഷത്തേക്ക്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ ഏരിയയൊക്കെ ശരിക്കും എവിടെ കറപ്ഷൻ ഉണ്ടോ, എവിടെ ഫ്രോഡ് ഉണ്ടോ, അതൊക്കെ പ്രോപ്പറായിട്ട് കനഡ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. കനഡൻ്റെ അകത്തുള്ളവർക്ക് ജോബ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി കനേഡിയൻസ് ആർ വെൽക്കമിങ് ഇറ്റ്, ബട്ട് ആസ് ഇന്ത്യൻസ് ആർ യു ഹാപ്പി ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അതവിടെ ക്ലിയർ ആയി. അപ്പോൾ ടോട്ടൽ യു ലുക്ക് അറ്റ് ഇറ്റ്, വർക്കേഴ്സ് 230,000, സ്റ്റുഡൻസ് 155,000, ടോട്ടൽ 385,000. ആ സ്പ്ലിറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാൻ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഗുഡ് ന്യൂസിലും വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. ഞാൻ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ എത്രമാത്രം ഞാൻ ജസ്റ്റ് സത്യം പറഞ്ഞൊരു ഇൻഡ് പറഞ്ഞതാണ്. ബട്ട് അത് സത്യമായിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞാൻ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ട് ആൾക്കാർ ഡിസപ്പോയിൻ്റ് ആയില്ലല്ലോ. നമ്മൾക്ക് ഇനി ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന മാതിരി 380,000 ആണ്
പെർമനൻറ്റ് റെസിഡൻസ് കാനഡൻ്റെ ഒരു അടുത്ത 3 years ഒരു ആവറേജ് 380,000 പെർ ഇയർ. നമ്മൾ പറഞ്ഞു ആ 380,000 ഒരു 240,000 ഈ പറഞ്ഞ എക്സ്പ്രസ് എൻട്രിയും പൈലറ്റ് പ്രോഗ്രാംസും പ്രൊവിൻഷ്യൽ നോമിനേഷനൊക്കെ കൊണ്ടുപോയി. ബാക്കിയുള്ള ഒരു 140,000 അത് എങ്ങനെയൊക്കെയാണ് ആർക്കൊക്കെ ഇത് കിട്ടുന്നത്? ഫാമിലി സ്പോൺസർഷിപ്പ്. ഓഫ് കോഴ്സ് അതിന് ആവറേജ് ബഡ്ജറ്റ് ഒന്നും അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബട്ട് പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അവിടെ റിഡക്ഷൻ വന്നിട്ടുണ്ട്. അതല്ലെങ്കിലും ഒരുപാട് ബാക്ക്ലോഗ് ആയിട്ട് കാര്യങ്ങൾ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. ഇനി ഇപ്പോൾ അടുത്ത വരും വർഷങ്ങളിലും പിന്നെ പുതിയ ആൾക്കാർക്കുള്ള ചാൻസസ് ഒക്കെ ഒത്തിരി കുറവ്. പഴയ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യലായിരിക്കും മിക്കവാറും നടക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ഹോപ്പ് വേണ്ട. പിന്നെ റെഫ്യൂജീസും മറ്റുള്ള കാര്യങ്ങളിലും അവിടെ കാര്യമായിട്ടുള്ളൊരു കുറവ് വരുത്തിയിട്ടില്ല. ബട്ട് ബിൽ C-12 അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഇനി പുതുതായിട്ട് റെഫ്യൂജികൾ എടുക്കുന്ന കാര്യത്തിലും അവരുടെ ക്ലെയിം അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും അവരുടെ ഹിയറിങ്ങിൻ്റെ കാര്യത്തിലും ഡിപ്പോർട്ടേഷൻ്റെ കാര്യത്തിലൊക്കെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള പല ന്യൂസുകളും ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ. കുറേ ബാഡ് ന്യൂസും സാഡ് ന്യൂസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയുള്ളൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, there is a chance they may consider TRPR kind of some special program to probably save at least existing ഇവിടെ കാനഡയിൽ പഠിച്ച് കാനഡയിൽ പ്രത്യേകിച്ച് ഇൻ ഡിമാൻഡ് ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കേസിലെങ്കിലും ഒരു ലീനിയൻസി ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കേർട്സി പ്രോഗ്രാമൊക്കെ ആയിട്ട് കനേഡിയൻ ഗവൺമെൻറ് വന്നാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വളരെ സത്യമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ 33,000 ആൾക്കാരെ കനേഡിയൻ ഗവൺമെൻറ് പ്രത്യേകിച്ച് ചില കണ്ടീഷൻസും ക്രൈറ്റീരിയയും ഇപ്പോഴും ക്ലിയർ അല്ല, TRPR ഒക്കെ പോലുള്ള ചില ഓപ്ഷൻസ് വഴി PR ആക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ച് കഴിഞ്ഞു. അത് എങ്ങനെയാണ് ഇവർ സെലക്ട് ചെയ്യാൻ പോകുന്നത്, ഏത് ബേസിലാണെന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ അന്നത്തെ അതേ അഡ്വൈസ് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഹാവ് എ പ്രൊഫൈൽ, എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ എന്തായാലും ഉണ്ടായിരിക്കണം. ബട്ട് നോ ഗ്യാരണ്ടി, ബട്ട് ദേ ക്യാൻ സ്റ്റിൽ കം ബാക്ക് ആൻഡ് ടെൽ യു ഓക്കെ ദിസ് ഈസ് ഓൺലി മെൻ ഫോർ പീപ്പിൾ ഫ്രം റിമോട്ട് ഏരിയാസ്. ദേ ക്യാൻ ഓൾസോ സേ ദാറ്റ് പെർട്ടിക്കുലർ നോ കോഡ്സിൽ വരുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ മേ ബി ഹൂഎവർ ഈസ് ഇൻ ദ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഫോർ വിത്ത് എ സർട്ടൻ CRS സ്കോർ, നമുക്കൊന്നും അറിയത്തില്ല. ബട്ട് യു ഡു വാട്ട് യു ക്യാൻ ഡു, വാട്ട് യു ഹാവ് ടു ഡു. അപ്പോൾ അത് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ക്രോസ് യുവർ ഫിംഗേഴ്സ് ആൻഡ് വെയിറ്റ്. അതാണ് ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ 115,000 വേറൊരു ഫിഗർ അവിടെ കാണുന്നു. ആ 150,000 ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് അവർ എഴുതിയിരിക്കുന്ന പ്രൊട്ടക്റ്റഡ് പേഴ്സൺസ് എഴുതി. പക്ഷേ ഈ പ്രൊട്ടക്ഷൻ ക്ലെയിം ചെയ്ത ആൾക്കാർക്ക് കോർട്ട് ഹിയറിങ്ങിന് ശേഷം പ്രൊട്ടക്ഷൻ കിട്ടിയതിന് ശേഷമാണെങ്കിൽ അവിടെ വേറെ തന്നെ ഓൾറെഡി റെഫ്യൂജി ബജറ്റ് അവിടെ ഉണ്ട് PR-നുള്ള. അപ്പോൾ ഈ 115,000 എന്താണ് ഇവർ കറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. അതൊക്കെ ഇനി ഇമിഗ്രേഷൻ മിനിസ്റ്റർ പല രീതിയിലുള്ള പുതിയ എക്സ്പ്ലനേഷനായിട്ട് എലാബറേറ്റ് ചെയ്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരാനിരിക്കുന്നേ ഉള്ളൂ. US-ലുള്ള ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് ഈ H-1B വിസയുള്ള ഇന്ത്യക്കാർക്കൊക്കെ അവിടുത്തെ ഇപ്പോഴത്തെ ഈ ട്രംപങ്ങളുടെ $100,000 ഫീസിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഒരുപാട് പേര് സ്ട്രെസ്സിലാണ്. ചിലരൊക്കെ എന്നെ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ട് കൺസൾട്ടേഷനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും പ്രത്യേകിച്ച് അവരോട് എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കനഡിയൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് വേണ്ടിയിട്ടായിട്ട് അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം കുറച്ച് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ ഗവൺമെൻറ് ഈസ് സീരിയസ്ലി കൺസിഡറിങ് ഓർ ഓഫറിങ് സം കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ഫോർ ദം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരാതിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ H-1B വിസയുള്ള നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ കാനഡയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എനി അപ്ഡേറ്റ്സ് കമ്മിങ് ഐ എം ഡെഫിനറ്റ്ലി ഗോയിങ് ടു മേക്ക് എൻ എക്സ്ക്ലൂസീവ് വീഡിയോ ഓൺ ദാറ്റ് സബ്ജക്റ്റ്. കാരണം അമേരിക്കയിലുള്ള ഒരുപാട് ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയേക്കാം. പ്രത്യേകിച്ച് ഈ H-1B വിസ ഫീസ് കാരണം തിരിച്ചു പോകേണ്ടി വരികയോ അല്ലെങ്കിൽ അതിനെ ട്രൈ ചെയ്തിട്ട് ഈ ഫീസ് കാരണം മുടങ്ങിക്കിടക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ അതൊരു ഗുഡ് ന്യൂസ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട, ഇവർ ഈ TRPR ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ അടുത്ത വർഷം മുതലുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഡ്രോ ആയിക്കോട്ടെ, PNP ആയിക്കോട്ടെ, ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രയോറിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഇൻ ഡിമാൻഡ് സെക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ 5 ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കൺസ്ട്രക്ഷൻ, അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ടെക്. ഈ 5 ഏരിയാസാണ് ഞാൻ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇപ്രാവശ്യത്തെ ഈ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്പീച്ചിൽ അദ്ദേഹം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞൊരു കാര്യം, പ്രയോറിറ്റൈസിങ് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ് ഇൻ കീ സെക്ടേഴ്സ് ഇൻ കാനഡ ലൈക്ക് എമർജിങ് ടെക്നോളജീസ്. എമർജിങ് ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവാം, സൈബർ സെക്യൂരിറ്റി ആവാം, റോബോട്ടിക് സയൻസ് ആവാം, ഇങ്ങനെയൊക്കെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ഏരിയ ഓഫ് ഇന്നോവേഷൻസ് ആവാം. പിന്നെ ഹെൽത്ത് കെയർ, ഡെഫിനറ്റ്ലി ദർ ഇസ് നോ പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ ഓൺ നോ കോഡ്സ് ആൻഡ് ഓൾ, ബട്ട് ഒബ്വിയസ്ലി പഴയ ട്രെൻഡ് തന്നെ ഹെൽത്ത് കെയറിലെ പല ഡെൻറ്റിസ്റ്റ് ആയാലും നഴ്സ് ആയാലും പേഴ്സണൽ സപ്പോർട്ട് വർക്കറും ലാബ് ടെക്നീഷ്യനും സോണോഗ്രാഫറും ഒക്കെ ഇതിൽ പെടും നമുക്ക് വിശ്വസിക്കാം.
സ്കിൽ ട്രേഡ്സ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം പ്ലംബറും മറ്റേ കാർപ്പൻറ്ററും ഇലക്ട്രീഷ്യനും കുക്കും ഷെഫും ഒക്കെ ഇതിൽ വരും. അഗെയിൻ വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദാറ്റ് നോക്കൗട്ട് കൺഫർമേഷൻ ആൻഡ് ക്ലാരിറ്റി. ഈവൻ നമ്മുടെ TRPR പോലും ഈ പറഞ്ഞ ഇൻ ഡിമാൻഡ് കാറ്റഗറിയെ മാത്രം ബേസ് ചെയ്ത് ചെയ്യുമോ അല്ല അവർ റിമോട്ട് ഏരിയയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയായിട്ട് ചെയ്യുമോ ഒന്നും നമുക്കൊരു യാതൊരു സത്യം പറഞ്ഞൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ഈ യൂട്യൂബേഴ്സൊക്കെ പലരും ഒരു സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക സെൻസേഷണൽ ന്യൂസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വ്യൂവേഴ്സിനെ കിട്ടാൻ എന്തൊക്കെയോ വിളിച്ച് പറയും. പ്ലീസ് ഡോണ്ട് ഫാൾ ഇൻ ടു ഇറ്റ്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പല കാര്യങ്ങളും നമ്മളെപ്പോലെ ഇമിഗ്രേഷൻ ഇൻഡസ്ട്രീൻ്റെ അകത്തുള്ളവർക്ക് തന്നെ ഫുൾ ക്ലാരിറ്റി വന്നിട്ടില്ല. കാരണം മിനിസ്റ്ററിൻ്റെ അനൗൺസ്മെൻറ്റും പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും എക്സ്പ്ലനേഷൻസും വളരെ എലാബറേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ അടുത്ത 1-2 മാസങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് മിക്കവാറും ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നവർ ന്യൂ ഇയർ മുതലാണ്. അപ്പോൾ എങ്കിലും ഇതുവരെ ഇപ്പോൾ എല്ലാം കേട്ട സ്ഥിതിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരു രീതിയിൽ ഹാപ്പി ആവുക TRPR ഇസ് ദെയർ. വേറെ രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വരുത്തി ഇവിടെ സ്റ്റോപ്പ് ആകുന്നത് ഓഫ് കോഴ്സ് പലർക്കും അതിനെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും. ബട്ട് ഇതിനൊക്കെ കനഡിയൻ ഗവൺമെൻറ് സംബന്ധിച്ചിട്ട് നമ്മൾ LMIയെ കൺട്രോൾ ചെയ്തതും സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്തതിൻ്റെയൊക്കെ പിറകിലുള്ള കാരണങ്ങളെപ്പറ്റി ഞാൻ പിന്നെയും കുത്തി പറയുന്നില്ല. അതിൽ നമ്മളുടെ ഇന്ത്യക്കാർ ഉണ്ടാക്കിയ പേരുദോഷവും നമ്മൾ വരുത്തി വെച്ചത് വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു ചോദിച്ച് വാങ്ങിയതാണ്. ഇപ്പോൾ കനഡിയൻ പ്രൈം മിനിസ്റ്റർ ട്രൂഡോൻ്റെ പണികൾക്ക് നമ്മൾ കടഞ്ഞു എന്ന് പറയാം. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ഇനിയും ഫ്യൂച്ചർ ഇതൊക്കെ കാനഡൻ്റെ ഫ്യൂച്ചർ നല്ലതാണ്, കാനഡൻ്റെ അകത്തുള്ളവർക്ക് നല്ലതാണ്. പിന്നെ ബിൽ C-12 വന്നാൽ മാത്രമേ ഈ എക്സിസ്റ്റിംഗ് 2.1 മില്യൺ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും എവിടെയൊന്നും ടച്ച് ചെയ്യുന്നില്ല. അതാണ് എന്നെ ആകെപ്പാടെ കൺഫ്യൂസ് ആക്കുന്നൊരു കാര്യം. കാരണം ഈ പുതിയ പ്ലാനൊക്കെ നിങ്ങൾ പറഞ്ഞു, ബട്ട് വാട്ട് അബൌട്ട് ദിസ് എക്സിസ്റ്റിംഗ് 2.1 മില്യൺ ആപ്ലിക്കേഷൻസ്? ഇത് IRCCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ 8-10 വർഷമൊക്കെയാണ് ചില കേസ് ക്ലിയർ ആകാൻ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഇതർ ടെക്നിക്കൽ എറർ ഓർ ഇസ് ദർ സംവൺ ടു ആക്ച്വലി ഗിവ് സം കൈൻഡ് ഓഫ് എക്സ്പ്ലനേഷൻ ടു തൗസൻഡ്സ് ഓഫ് ഫാമിലീസ്. ഇവർക്ക് ഇതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് ഉറക്കം കെട്ട് കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട് ലോകം മുഴുവൻ. അപ്പം കാനഡൻ്റെ അകത്തും പുറത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷനോ എക്സ്പ്ലനേഷനോ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനോ ഈ പറഞ്ഞ പ്രൈം മിനിസ്റ്ററിനടുത്തുനിന്നോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ മിനിസ്റ്ററിനടുത്തുനിന്നൊക്കെ നമുക്ക് വരും നാളുകളിൽ പ്രതീക്ഷിക്കാം. കാരണം ഈ ബിൽ C-12 അതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. ബിൽ C-12 ഇപ്പോഴും ഒരു കിങ്കറിനായിട്ടൊരു ഭീകരനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവൻ ശരിക്കും അപ്രൂവ് ആവുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ഈ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് വരാൻ പോകുന്നത്? ഉത്തരമില്ലാതെ പല ചോദ്യങ്ങളും വളരെ പ്രൊഫഷണലായിട്ട് ചിന്തിക്കുന്ന നമ്മളെപ്പോലുള്ള മനസ്സിലുണ്ട്. അത് നമ്മൾ നിങ്ങളോട് അപ്പം എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്ത് അപ്ഡേറ്റ്സ് വന്നാലും ഞാൻ വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ലോകത്തോട് എന്നെ കേൾക്കുന്നവർക്ക് വന്നിട്ട് എൻ്റെ അപ്ഡേറ്റ്സ് തരാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഒന്ന് കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു. ബൈ.